ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്തിനാണ് വെറുതെ വീണ്ടും വീണ്ടും എന്നെ കാണണമെന്ന് പറയുന്നേ? എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാൻ പോകുന്നില്ല. അങ്ങനെ എടുത്തുചാടി തീരുമാനമൊന്നും എടുക്കണ്ട. നീ ഡിവോഴ്സ് തരാത്തതിന്റെ കാരണം നിന്റെ കുഞ്ഞല്ലേ? ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്ക്. ഞാൻ അബോർഷൻ നടത്തിയതിന്റെ റിപ്പോർട്ടാണിതെന്ന് മനസ്സിലായില്ലേ? ഇനി നിനക്ക് ഡിവോഴ്സ് നീട്ടിക്കൊണ്ടുപോകാൻ കാരണമൊന്നുമില്ലല്ലോ. ജയിക്കാൻ വേണ്ടി നീ എന്തും ചെയ്യുന്ന എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്വന്തം കുഞ്ഞിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. ആ കുഞ്ഞിനെ നീ എന്തിനാ കൊന്നേ? വേണ്ടായിരുന്നെങ്കിൽ പ്രസവിച്ച് എന്നെ ഏൽപ്പിച്ചാ പോരായിരുന്നു. ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ. അങ്ങനെ വെറുതെ നിന്റെ കുഞ്ഞിന് വേണ്ടി അത്രയും കാലം കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നീ എനിക്ക് അതിനനുസരിച്ചൊരു പ്രതിഫലം തരണമായിരുന്നു. നിന്നോട് പലവട്ടം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചതല്ലേ? അപ്പോഴൊക്കെ നിനക്ക് കാശ് തരാൻ ഭയങ്കര മടിയായിരുന്നില്ലേ? എനിക്കറിഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ കുഞ്ഞിനെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. നിന്റെ കുഞ്ഞോ? നീ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അച്ഛന്റെ ഒപ്പിന്റെ കോളം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അത് നിന്റെ ഒപ്പാണോ? അത് ഗിരിയേട്ടന്റെ ഒപ്പാ. ഇത് നീ എന്നോട് പകരം വീട്ടാനേ വെറുതെ ചെയ്തതല്ലേ? ഇത് എന്റെ കുഞ്ഞ് തന്നെയാണ്. ഗിരിയെ നിനക്കപ്പോ പരിചയം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ ഇപ്പോ നിന്നെ ബോധിപ്പിക്കേണ്ട എന്ത് കാര്യം എനിക്കുള്ളത്? എന്തായാലും ഇപ്പൊ നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമം അങ്ങ് പോയില്ലേ? നീയൊക്കെ ഒരു സ്ത്രീയാണോ? നിനക്ക് ഇനി ആ കാര്യത്തിൽ സംശയമുണ്ടോ? എല്ലാ സ്ത്രീകളും പുരുഷന്മാരുടെ കാൽ കീഴി കിടന്ന് അവരെ സേവിക്കില്ല. ചിലരൊക്കെ അവർക്ക് വേണ്ടതിന്റെ പിന്നാലെ പോകാനുള്ള ചങ്കൂറ്റം കാണിക്കും. നിന്റെ കഷ്ടകാലത്തിന് അങ്ങനെ ഒരുത്തിയാ നീ കല്യാണം കഴിച്ചത്. ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് എന്നെ തളയ്ക്കാൻ പറ്റുന്ന നീ കണക്കുകൂട്ടിയതാ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നീയൊക്കെ മുഴുവൻ സ്ത്രീകൾക്ക് അപമാനമാടി. ഓ, ഞാനതങ്ങ് സഹിച്ചു. എന്തായാലും ഇനി നിനക്ക് കാത്തിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. ഇനിയും നിനക്ക് ഡിവോഴ്സ് വലിച്ചു നീട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാനെല്ലാം സഹിച്ച് കാത്തിരുന്നത് എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാ. അതൊക്കെ വെറുതെ ആയല്ലോ. ഡിവോഴ്സ് അല്ലേ, ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ടുതരാം. നിന്നെ കുറിച്ച് ഓർക്കാൻ പോലും ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നല്ല തീരുമാനം. ഇത് നിനക്ക് കുറച്ച് നേരത്തെ എടുക്കാമായിരുന്നു. എന്റെ അച്ഛൻ നിനക്ക് തന്ന കാശ് സ്വർണം മാത്രം നീ എനിക്ക് തിരിച്ചു തന്നാ മതി. ഞാൻ എന്റെ വക്കീലിനോട് നിന്റെ വക്കീലിനെ വിളിക്കാൻ പറയാം. നടന്നതിനെ കുറിച്ച് എന്നെ ചിന്തിച്ചിരിക്കാതെ വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. പിന്നെ ഇത്തവണ നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തിയെ നോക്കി കെട്ടിക്കോ. ഇല്ലെങ്കിൽ വീണ്ടും ദുഃഖിക്കേണ്ടി വരും.